ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മഹേഷ് ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. എന്നാലും എൻ്റെ മോൻ്റെ ജീവിതം അവളും അവനും കൂടി തൊലയ്ക്കും എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട്, മഹേഷ് വിഷമിക്കണ്ട, ആദിനെ ഞാൻ നേർവഴിക്ക് കൊണ്ടുവരും, ആദിനെ നല്ല കുട്ടിയായിട്ട് ഇവിടെ വളർത്തും ഞാൻ എന്ന് പറയുമ്പോൾ അതിന് ആദി ഇങ്ങോട്ട് വരണ്ടേടോ, അവൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഹേഷ്. ഞാൻ മഹേഷിനോട് പറയാം, ഒരു കാര്യം ഞാൻ മഹേഷിന് ഉറപ്പ് തരാം, ഒരിക്കലും അവൻ ചീത്ത വഴിക്കെട്ടിലേക്ക് പോവില്ല, ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. മഹേഷിന് എന്നെ വിശ്വാസമില്ലേ? എടോ, ഈ ലോകത്ത് എനിക്ക് ആരെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെ മാത്രമാണ്. തന്നെ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് വിശ്വാസമില്ലാത്തത് അവനെയാണ്, ആദീന. അവനിവിടെ വരുന്ന കാര്യം സംശയം, അതൊക്കെ എനിക്ക് വിട്ടേക്ക്. മഹേഷിന് അറിയാലോ, അവനൊരു സമയത്ത് എന്റെ ഇഷാദായിരുന്നു. ആ ഒരു ഓർമ്മയിലേക്ക് അവൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് ആ ഒരു ഓർമ്മ അവന് തിരിച്ചു കിട്ടുവാണെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരും, ഒരിക്കലും രചന അടുത്ത് അവൻ നിൽക്കില്ല. അവൻ ആ സമയത്ത് എത്ര നല്ല കുട്ടിയായിരുന്നെന്ന് മഹേഷിന് അറിയാവോ? ആരും കൊതിക്കുന്ന ഒരു ഓമനത്തുള്ള, എന്താ പറയുക, പറഞ്ഞാലനുസരിക്കുന്ന, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടി, ഒരു മകൻ എങ്ങനെയായിരിക്കണം ആ രീതിയിലായിരുന്നു അവൻ. എന്നെ എന്ത് സ്നേഹമായിരുന്നെന്ന് അറിയാവനെ. എൻ്റെ മുഖം മാറിക്കഴിഞ്ഞാൽ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുക, ഞാനില്ലാതെ ഭക്ഷണം കഴിക്കില്ല, കിടന്നുറങ്ങില്ല. ആ ഒരാഴ്ച എനിക്ക് ശരിക്കും ഒരു മോനെ കിട്ടിയ ആ ഒരു സന്തോഷമായിരുന്നു. അവൻ എന്നിൽ നിന്ന് പോയപ്പോഴേക്കും ഞാൻ എന്തുമാത്രം വേദനിച്ചെന്നറിയാവോ? എനിക്കറിയാടോ താൻ അവനെ ഒരുപാട് സ്നേഹിച്ചായിരുന്നെന്ന്. അതെ, മഹേഷിനൊന്നും മനസ്സിലാവൂല. പല രാത്രിയും എനിക്ക് ഉറക്കം പോലും വരാറില്ല, കണ്ണടച്ച അവന്റെ മുഖം മാത്രമായിരുന്നു. പിന്നീട് അത് മഹേഷിന്റെ മകനാണെന്ന് അറിഞ്ഞത്. അപ്പോഴേക്കും അവന്റെ സ്വഭാവമൊക്കെ ആകെ മാറിയായിരുന്നു. എനിക്കത് വല്ലാതെ ഷോക്കായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എന്റെ ആദീനെ ഇഷാദാക്കി ഞാൻ മാറ്റിയെടുക്കുമെന്ന്. ഞാൻ മാറ്റിയെടുക്കും മഹേഷ്, ഞാൻ ഇത് ഉറപ്പ് തരുവാണ്, ഞാൻ വാക്ക് തരുവാണ് എന്നൊക്കെ പറയാണ്. മഹേഷിന് സന്തോഷമാവാട്ടോ, കാരണം ഇഷിത എന്തെങ്കിലും പറഞ്ഞാൽ അത് നടത്തുമല്ലോ, അതെന്റെ സന്തോഷമാണ്. അങ്ങനെ ഹോസ്പിറ്റലാണെങ്കിൽ മഞ്ജുമേനെ ഡിസ്ചാർജ് ആവാനായിട്ടോ. അപ്പൊ ഡ്യൂട്ടി ഡോക്ടർ വരുന്നുണ്ട്. അതെ, മഞ്ജുമയ്ക്ക് ഇപ്പൊ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കേണ്ട കാര്യമുള്ളൂ, ഡിസ്ചാർജ് എഴുതി തരാം എന്ന് പറയണം. ഡിസ്ചാർജ് ചെയ്ത മഞ്ജുമേനെയും കൂട്ടിക്കൊണ്ട് സ്വപ്നവലി ഫ്ലാറ്റിലേക്ക് വരുവാണ്. മഞ്ജുമ ആർത്ത് സംസാരിക്കണമെന്നില്ല, ആകെ ഡിപ്രഷൻ ആയ പോലെ, ആരോട് സംസാരിക്കണില്ല, ഊണില്ല, ഉറക്കൂല, ആകെ അതേ ഇരിപ്പ് തന്നെയാണ്. സ്വപ്നവലി പറയുന്നുണ്ട്, കണ്ടില്ലടാ അവളുടെ ഒരു കോലം, അവളിപ്പോ ആരോടും സംസാരിക്കുന്നില്ല, പഴയ മഞ്ജുമയല്ല അവളിപ്പോ. ഇനിയിപ്പോ എന്താണ് മഹേഷ് നമ്മൾ ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഇഷിത പറയുന്നുണ്ട്, അമ്മ വിഷമിക്കൊന്നും വേണ്ട, കൈലാസേട്ടൻ ജയിലിലായത് കൊണ്ടല്ലേ മഞ്ജുമ ചേച്ചി ഇത്രയും വിഷമിക്കണത്. മഹേഷ്, ഞാൻ എന്റെ പരാതി പിൻവലിക്കാൻ പോവാണ്. കൈലാസേട്ടനോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു. മഞ്ജുമ ചേച്ചിക്ക് വേണ്ടി ഞാൻ എല്ലാം ക്ഷമിച്ചു. നമുക്കിപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോവാം, ആ പരാതി പിൻവലിക്കാം. താൻ ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യമാണോ? എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് മഹേഷ് പറയുമ്പോ, പക്ഷെ മഞ്ജുമ ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇങ്ങനെ മഞ്ജുമ ചേച്ചി പോവാണെങ്കിൽ മഞ്ജുമ ചേച്ചിയുടെ മാനസികാവസ്ഥ മാറും. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും മഹേഷ്. നമുക്ക് പിന്നെ മഞ്ജുമ ചേച്ചിനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോയിട്ട് പരാതി പിൻവലിക്കാന്ന്. അങ്ങനെ മഹേഷ് ശരിയെന്ന് പറഞ്ഞിട്ട് അവരെപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോകുവാണ്. സ്റ്റേഷനിൽ ഇഷിത പരാതിയൊക്കെ പിൻവലിക്കുന്ന റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. അങ്ങനെ ജോർജ് പണ്ടാ, ഇതാര്, ഇഷിതയും മഹേഷോ, വാ വാ വന്നിരിക്കുക എന്ന് പറയാണ്. അല്ല, എന്താ കാര്യം ചോദിക്കുമ്പോ, അത് ഞങ്ങൾ ആ കൊടുത്ത പരാതി പിൻവലിക്കാൻ വേണ്ടി വന്നതാണ്. ഏത് പരാതി? അല്ല, ഇവിടെ എന്റെ അളിയനെ ഇവിടെ സെല്ലിലിട്ടില്ലേ, ആ പരാതി. ഓ, അതിന് നിങ്ങളുടെ അളിയൻ എപ്പോഴേ ജാമ്യത്തിൽ പോയി. ജാമ്യത്തിൽ പോയെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എനിക്കൊന്നും അറിയില്ല. ഒരു വക്കീല് വന്നു ജാമ്യത്തിലെടുത്ത് കൊണ്ടുപോയി, 2 ദിവസം മുമ്പേ പോയല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? അപ്പൊ എന്നത് വിവരം അറിയിക്കണ്ടേ എന്ന് മഹേഷ് പറയുമ്പോ, ദേ എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ കുടുംബക്കാരെ പ്രശ്നമോ, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയാണ്. മഹേഷിന്റെ കാര്യം മനസ്സിലായി, ജോർജിൽ എന്തോ പങ്കുണ്ടെന്ന്. മഹേഷ് പറഞ്ഞിട്ട്, ഇതിൽ നിങ്ങളുടെ ഇതിൽ പങ്കുണ്ടെങ്കിൽ ജോർജ്, ഞാൻ ഒരു പ്രാവശ്യം കൂടി വരുന്നുണ്ട്, അപ്പൊ കാണിക്കാം ഞാൻ ആരാണെന്ന്, അപ്പൊ ഞാൻ നിങ്ങക്ക് കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കൂട്ടിക്കൊണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ശേഷം ഇഷിത പറയണ്ടേ, ഇതിൽ മിക്കവാറും ആകാശിന് പങ്കുണ്ടാവും. എനിക്കത് അപ്പോഴേ തോന്നി, അവന് പങ്കുണ്ടാവും. 2 ഫ്രോഡുകൾ ഒരുമിച്ച് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യായിരിക്കും. ഇപ്പൊ കൈലാസേട്ടനെ കാണാനില്ലെന്നുള്ള ഇതുകൂടി എന്റെ തലയിലാവുന്ന എനിക്ക് തോന്നുന്നത്. അത് തന്റെ തലയിലാക്കാൻ വേണ്ടി തന്നെയാണോ ഇതിന് പിന്നിൽ കളിച്ചവരൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൈലാസ് എവിടെയായിരിക്കും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ആരെ? നമ്മളെ സഹായിച്ച അവളെ തന്നെ എന്ന് പറയാണ്. ഓ, ആ പെൺകുട്ടീനെയോ? ശരി, വിളിച്ചു നോക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ മഹേഷ് അവരെ വിളിക്കുന്നുണ്ട്. ഹലോ, ആ അതെ, കൈലാസ് ജയിലിൽ നിന്ന് പോയായിരുന്നു, അറിഞ്ഞായിരുന്നോ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല സർ എന്ന് പറയാണ്. ആ, എങ്കിലേ അവൻ അവിടെ നിന്ന് പോയായിരുന്നു, അങ്ങോട്ടെങ്ങാനും പിന്നെ വന്നോ, വിളിക്കെതിരെ ചെയ്തോ? ഏയ്, ഇവിടെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാണ്. പിന്നെ ഇത് ഇവനെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വീട്ടിലേക്ക് തിരിച്ചു വരാട്ടോ. ഈ കാര്യം ഇഷിതയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പറയുന്നുണ്ട്. പ്രിയാമണിക്കും മാഷിനും അപ്പ തന്നെ വരാത്ത ടെൻഷൻ ആവാട്ടോ. ഈശ്വര, ഇനിയിപ്പൊ ഇതും കൂടി എന്റെ മോളുടെ തലയിൽ വീഴുമല്ലോ എന്ന് പ്രിയാമണി പറയാണ്. അപ്പോഴേക്കും മാഷും പറയുന്നുണ്ട്, അതെ അതെ, അത് നമ്മുടെ മോളുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ
ഇങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. ഷോ എന്തൊക്കെയാ എന്റെ മോൾ അനുഭവിക്കേണ്ടത്, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറയാണ്. ശേഷം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സ്വപ്നവലി ചോദിക്കേണ്ട വിശുദ്ധ അടുത്ത് മഹേഷിന്റെ അടുത്തും എന്തായി, പരാതി പിൻവലിച്ചോ, കൈലാസിനെ വിട്ടയച്ചോ? അമ്മേ, കൈലാസടനൊക്കെ നേരത്തെ അവിടുന്ന് പോയെന്നോ? എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല, ജാമ്യത്തിൽ പോയെന്നൊക്കെയാ പറയണത്. ഷോ ഇതെന്താ ഇങ്ങനെയൊക്കെയാന്ന് ചോദിക്കുമ്പോൾ മഞ്ജുമ വരുവാണ്. എന്റെ കൈലാസേട്ടൻ അങ്ങനെ ജാമ്യത്തിൽ പോയെങ്കിൽ ഇങ്ങോട്ടേ വരത്തുള്ളൂ. അപ്പൊ കൈലാസേട്ടനെ കാണാനില്ല. കൈലാസേട്ടനെ കാണാതായെങ്കിൽ അതിന് കാരണക്കാരി ഇഷിതയാണ്. ഇവള് കാരണോ എന്റെ കൈലാസേട്ടന് എന്തെങ്കിലും അപകടം പറ്റിക്കണേ, ഞാൻ പിന്നെ ജീവനോട് ഇരിക്കില്ല, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ പിന്നെ മഞ്ജുമ വീണ്ടും വെല്ലുവിളിക്കാട്ടോ. ഇഷിത പറയണ്ട. ഷോ ഇനിയിപ്പോ എന്താ മഹേഷ് ചെയ്യാ, എനിക്കറിയില്ലടോ. ഒരു പ്രശ്നം തീരുമ്പോ തന്നെ അടുത്ത പ്രശ്നം, ഓരോരോ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും കൈലാസ് എവിടെ എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചേ മതിയാവൂ. ഞാനൊന്ന് വിനോദിനെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറയണം. അങ്ങനെ മഹേഷ് വിനോദിനെ വിളിക്കണ്ട്. എടാ നീ ഇത് എവിടെയാ? ഞാനിവിടെ ഉണ്ട് ഏട്ടാ എന്ന് പറയാണ്. നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരെ വരണം. എന്തായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ കൈലാസ് ജയിലിൽ നിന്ന് പോയടാ, രക്ഷപ്പെട്ടു. എവിടെ പോയതൊന്നും അറിയില്ല. ഇപ്പൊ ആ കുറ്റം കൂടി ഇഷിതയുടെ തലയിൽ വെക്കുക വീട്ടില്. ഷോ ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. ഇതിന് പിന്നിൽ ആ ജോർജ് തന്നെയായിരിക്കും. അതെ, മിക്കവാറും ആകാശം ഉണ്ടാവും. അതെ, ഏട്ടനെ ഒരു അവസരം കുഴിയിൽ ചാടിക്ക് ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ അവര്. എന്തായാലും ഏട്ടൻ വിഷമിക്കണ്ട, ആ കൈലാസ് എവിടെ ഉണ്ടെങ്കിലും നമുക്ക് അവനെ പൊക്കാം എന്ന് പറയണം. അങ്ങനെ ഇഷിതത് പറയണ്ട മഹേഷ്. അവിടെ താൻ വിഷമിക്കൊന്നും വേണ്ട, അവൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പൊക്കിയിരിക്കും എന്നൊക്കെ പറയാട്ടോ മഹേഷ് ഇഷിതടുത്ത്. ഇഷിതക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ്. അങ്ങനെ കൈലാസ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ കൈലാസിന് വേണ്ടിയിട്ടുള്ള തെരച്ചില് മഹേഷും അതുപോലെ തന്നെ വിനോദും നന്നായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതേ സമയമാണെന്നുണ്ടെങ്കിൽ വിനോദിന്റെ വിവാഹത്തിന്റെ കാര്യം നോക്കുന്നുണ്ട് കേട്ടോ മഹേഷ്. എത്രയും പെട്ടെന്ന് തന്നെ വിനോദിന്റെ അനുഗ്രഹ വിവാഹം നടത്തുന്നു. അനുഗ്രഹയുടെ അമ്മക്ക് നിർബന്ധം. അത് പ്രമാണിച്ച് നമ്മുടെ വിനോദിന്റെ അനുഗ്രഹയുടെ വിവാഹം ഉറപ്പിക്കൽ കാര്യങ്ങളൊക്കെ മഹേഷ് ചെയ്യാൻ പോവാണ്. അതിനിടക്കാണ് നമ്മുടെ ആകാശ് വേറൊരു വള്ളി എടുത്ത് വെക്കണത്. വിനോദിനും സുചിത്രക്കും തമ്മിൽ ഒരു അഫെയർ ഉണ്ടല്ലോ, അത് ആകാശിനെ നന്നായിട്ട് അറിയാം. അതിന്റെ പേരിൽ ആ അനുഗ്രഹയുടെ ഒന്ന് കൊളുത്തി കൊടുത്താലോ, ചിലപ്പോൾ അവളെ കൊളുത്തിൽ വീഴുവാണെങ്കിൽ മഹേഷിന്റെ കമ്പനി പൂട്ടിക്കാൻ തന്നെ ഇത് വലിയൊരു ചാൻസ് ആണ്. അതെ, അത് നല്ലൊരു മാർഗം തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്കിട്ടൊരു പണി കൊടുക്കാൻ സാധിക്കും. ആ അനുഗ്രഹനെ ഒന്ന് പോയി കാണണം. അതിനുശേഷം സുചിത്രയും വിനോദും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് അവൾ അറിയിക്കണം. ശേഷം അവള് ചെയ്തോളും എല്ലാം എന്ന് വിചാരിക്കണം. അങ്ങനെ ആകാശാണെങ്കിൽ അനുഗ്രഹനെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവര് തമ്മിൽ ബന്ധമുണ്ടെന്നും നിന്നെ അവര് ചതിക്കുകയാണെന്നും മഹേഷിന്റെ വീട്ടുകാർ നിന്നെ ചതിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ വേണ്ടി നോക്കുവാട്ടോ. അപ്പൊ അങ്ങനെ അനുഗ്രഹമാണെങ്കിൽ അമ്മയടുത്തും ഈ കാര്യം പറയുമല്ലോ. അമ്മയടുത്ത് പറയണമെങ്കിൽ പിന്നെ മഹേഷിനായിട്ട് അവരായിട്ട് തെറ്റും. മഹേഷിനായിട്ട് തെറ്റിക്കനെ മഹേഷിന്റെ കമ്പനി മഹേഷിന്റെ കൈ വിട്ടു പോകും. അതാണ് ആകാശിന്റെ ഉദ്ദേശം. എന്തായാലും ഈ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. പ്രൊമോയില് കാണിക്കുന്ന ഭാഗങ്ങൾ ഈ കൈലാസിനെ കാണാനില്ലാത്തതും അതുപോലെ തന്നെ ഈ മഞ്ജിമ ആകെ പ്രശ്നം ഉണ്ടാക്കണതും ഇഷിതയുടെ തലയിൽ ഈ കൈലാസിനെ കാണാത്ത കുറ്റവും കൂടി ഇഷിതയുടെ തലയിൽ കെട്ടിവെക്കണതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് പ്രൊമോയില് കാണിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.